ഞാൻ ഇപ്പോ ഞാൻ കുറച്ചേരായി വന്നിട്ട്. അത് മാങ്ങ പെറുക്കാൻ നടക്കല്ലേ? അവിടെ എപ്പോഴാണ് മാങ്ങ ഉണ്ടാവുക? ഇന്നാളല്ലേ? അല്ല അവിടുന്ന് വന്നിരുന്നു. ആൾക്കാരാണ്. എന്താ കുൽസാത്താടെ പോയപ്പോ 4 ദിവസം പെരയൊക്കെ വന്നിരുന്നു കുൽസാത്ത. അപ്പൊ ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞ് ഒരു നീർച്ചത്താക്കി അത്ര എന്ത് ഈ എത്തീമ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ. അത് നല്ല കാര്യാലോ. അപ്പൊ ഉമ്മാനോട് പറഞ്ഞു അവിടെ ആരും ഉണ്ടാന്ന്. അപ്പൊ ഉമ്മ അറിയില്ല അറിയില്ലൊന്നുമില്ല. അപ്പൊ ഞാന് കുൽസാത്ത പോയപ്പോ പിന്നാലെ ചെന്നു 4 ദിവസം. കുൽസാത്താണ്ട് കുൽസാത്ത നിക്കല്ല ഞാൻ നിന്നോണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് തരാൻ പറ്റൂല. എന്താ? ഞാൻ പറഞ്ഞ വാപ്പ മരിച്ചിരിക്കണല്ലോ. അപ്പൊ ഉത്സാത്താന്റെ മോള് പറഞ്ഞു എന്നമ്മ എന്തായാലും കൊടുക്കല്ലേ, നമുക്ക് കുഞ്ഞാപ്പിന് കൊടുക്കാൻ. അപ്പൊ എന്നോട് അത് നാളെ വാന്ന് എന്നോട് പറയാൻ. ഞാൻ അന്ന് പിറ്റേസേനെ ഒരുങ്ങി പിടിച്ച് പോയിട്ടാ. അപ്പൊ ഒരു എല്ലാ കൂട്ടാനും കറിയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. എന്നോട് അത് കുഞ്ഞാപ്പോ തിന്നു. ഞാൻ പറഞ്ഞു നമുക്കൊക്കെ പാടി എല്ലാവരും കൂടി ഒപ്പം തിന്നാറ്. അപ്പൊ കുൽസാത്ത പറഞ്ഞത് വേണ്ടച്ച് തിന്നിട്ട് ഞങ്ങൾ തിന്നൂട്. അങ്ങനെ എന്നോട് പറയാന് ഞാന് നല്ല രസം കിട്ടാ. ചോറും കൂട്ടാനും പേരിയും അപ്പടവും ഒക്കെ വെട്ടിമുണിയുണ്ടാവൂലേ? ഒക്കെ വെട്ടി മുറിഞ്ഞപ്പോ കുൽസാത്താന്റെ മോളും കുൽസാത്തും അങ്ങോട്ട് കൂടി നോക്കുന്നുണ്ട്. ആരാണ് അങ്ങനെ എന്നോട് പറയാന് കുൽസാത്താന്റെ മോള് പറഞ്ഞിട്ട് ഇമ്മ സംഗതി കൈ വിട്ടുപോയി. അപ്പൊ എന്താ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇനി ഒരു എന്താണ് 3-4 ദിവസം ചോറ് കൊടുക്കുന്നുണ്ട് അത്ര. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ പോവാൻ നേരത്തെ എന്നോട് പറഞ്ഞു കുഞ്ഞാപ്പ എന്നാ കട്ടൻ ചായ കുടിച്ചാലോ. ഞാൻ പറഞ്ഞ കടിയൊന്നും ഇല്ലേ. അപ്പൊ കടി തന്നു. അപ്പൊ ആദ്യം എന്നോട് വരുമ്പോ തന്നെ പറഞ്ഞു കുഞ്ഞാപ്പോ ഇന്നും 4 മറ്റന്നാളൊക്കെ വരണട്ടാന്ന്. ആയിക്കോട്ടെ എന്നാണ്. ഞാൻ വരാൻ നേരത്തെ കുൽസാത്താന്റെ മോള് പറഞ്ഞു നാളെ അങ്ങോട്ട് ഇല്ലല്ലോ പറയുന്നു. പിന്നെ ഏതാ ഫലവത്തി ഞാൻ നാളെ ചെല്ലിച്ചിട്ട് നാളെ ഇല്ലല്ലേ. ഞാൻ പറഞ്ഞു നാളെയും ചെല്ലാൻ പറഞ്ഞല്ലേ ചെയ്യുന്ന. അങ്ങനെ എന്നോട് പറയാന് കുൽസാത്ത പറഞ്ഞു എന്നോട് പറഞ്ഞു നാളെ കൂടി വന്നാട്ടെ ഇപ്പൊ എന്താ ചെയ്യാ. അങ്ങനെ തിന്നു നമ്മൾ വിചാരിച്ചിട്ടില്ല. അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ 4 ദിവസം പിറ്റേസം പോയി. പിറ്റേസം പോയപ്പോ മോനെ ഒരു വളവത്തിയോളിട്ടാ ചാറ്റിയിൽ ഉപ്പ് കൂടുതലാക്കിയിട്ടാണ്. അപ്പൊ ഞാൻ ഓരെക്കാട്ടും വലിയ വള. ഞാൻ ഓരോട് പറഞ്ഞേ ചൂടാളെടുക്കാൻ. ചൂടാളെടുത്തിട്ട് ഞാൻ ചാറ്റിയിൽ കഴിച്ചപ്പോ ഉപ്പ് പാകായി. അപ്പൊ പെണ്ണ് പറയാളാ ചെക്കനക്ക് ബുദ്ധില്ലാന്ന് വെറുതെ കാട്ടി കൂട്ടാ. നല്ല വളവനാണ്. അപ്പൊ ഇന്നലെ അതിനായി. അപ്പൊ ഇന്ന് 3 ദിവസല്ലേ പറഞ്ഞിരിക്കണ്. അപ്പൊ ഞാൻ ഇന്നും പോയതാണ്. എന്നോട് പറയാ എന്താണ് അത് എന്നിട്ട് അത് പോയിക്കോട്ടെ. റോഡല്ലേ വണ്ടിയൊക്കെ പോകും. ഞാൻ പോയി എന്റെ കഥ പറയും. എന്നോട് പറയാനേ ഇന്ന് ചെന്നപ്പോ മോനെ വാതിലൊക്കെ അടച്ചു പൂട്ടിക്കണു. ഞാൻ ചെന്നപ്പോ കൊറേ കുൽസാത്താന്ന് വെച്ചു. എന്ത് കുൽസാത്ത? ഒരു കുൽസാത്തും ഇല്ല, ആരും ഇല്ല. ഞാൻ കൊറേ കാത്തു. ആ പെണ്ണിന്റെ ചെരുപ്പൊക്കെ അവിടെ ഉണ്ട്. ആള് ചാച്ചിട്ട് പോയിക്കോട്ടെ വെച്ചിട്ടാവും. ഞാൻ ഇന്നെ കണ്ട് വാതിലടച്ച് പൂട്ടിക്കണേ. കളി മക്കള് എനിക്ക് ചോറ് തരുന്നു. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ഓരോ ആദ്യം പറഞ്ഞിട്ടല്ലേ. ഇന്റെ വയറ്റിന്നിട്ട് അങ്ങനെ ഒച്ചട്ട് അമ്മ ചെക്കന് അവിടെ നിന്നിട്ടാ വാതിൽ ഇറക്കണ്ട. അപ്പൊ കുൽസാത്ത പറയാ കുറച്ച് ചൂരി പൊളിച്ചിട്ട് പോയിക്കോളും. അപ്പൊ പെണ്ണറിയ ഇങ്ങളെന്നെ അല്ലേ വസലാക്കിയത്. ഒരു ദിവസം വന്നപ്പോ പിറ്റേ ദിവസം ഉച്ചെത്തിച്ചല്ലേ ഇപ്പൊ ഇന്നും വന്നത്. അപ്പൊ കുൽസാത്ത പറയാ എന്റെ കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞു പോയത് അടിയേ 3 ദിവസം ഈ ചെക്കൻ ഇങ്ങനെ തിന്നു ഞാൻ വിചാരിച്ചിരുന്ന എന്ത് തീറ്റയാണ്. അതൊക്കെ ഞാൻ കേൾക്കണ്ടേ. ഞാൻ കേൾക്കൂലെന്നാ. ഞാൻ പിന്നെ അവിടെ കൊറേ നിന്നിട്ട് പിന്നെയൊക്കെ തോന്നി ഉസറും മുളില്ലാതെ അവിടെ നിന്നിട്ട് കാര്യമില്ല. ഒരു വരില്ല. എന്നിട്ട് ഞാൻ കജ്ജും കാലും കളഞ്ഞപ്പോ ഞാൻ കണ്ട് പോകുന്നേ. ശരി. ആ വരവാണ് വരുന്നത്. ശരിയാ. ആടോ എന്നാ ഒരിക്കൽ പറഞ്ഞൂടെ മനുഷ്യന് രാവിലത്തെ ഉമ്മാക്ക് പോകാൻ വിളിച്ചു പറഞ്ഞൂടെ. ആ വരവാണ് ഇപ്പൊ ശരി കാര്യം ചെയ്തോ. ഏതായാലും ഇനി പെര പോയിട്ട് തിന്നോ. ഇനി പെര പോയി തിന്നാ നല്ലതില്ല.
ഞാൻ പോട്ടെ. നീ അപ്പൊ ഇനിയിപ്പോ വരെ ഇങ്ങോട്ട് ഇറങ്ങും, ഇനി വരെ പോയിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് നീ ഇവിടെ എന്തിനാ ഇറങ്ങണ്? നീ കുറച്ചാൾക്ക് ഉമ്മാട് പറയണം എന്താ ഈ നടന്ന കഥയൊക്കെ. ഒരു 4 ആൾക്കാരോട് പറഞ്ഞെങ്കിൽ സമാധാനം കിട്ടൂല. ഞാൻ പോകാം. അപ്പൊ ഞാൻ ഇപ്പൊ ഫസ്റ്റ് എന്നെ കാണുന്നത്. ഫസ്റ്റ് എന്നെ കണ്ടത്. നീ രണ്ടാമത്തെ ആരെയാ കാണാവോ? എന്നാ പോയി നടന്ന് പറഞ്ഞോട്.